നമുക്കെല്ലാവർക്കും ഓരോരോ ലക്ഷ്യങ്ങളുണ്ട്. അത് നേടിയെടുക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത്. അതിനായി നമ്മൾ ലൈഫിൽ പ്ലാനൊക്കെ ചെയ്ത് രാവിലെ എണീക്കാം എന്ന് പറഞ്ഞ് അലാമൊക്കെ സെറ്റ് ചെയ്ത് കിടക്കും. പക്ഷേ നമ്മൾ അലാം സെറ്റ് ചെയ്ത് ഉറങ്ങും. എന്നിട്ട് അലാം അടിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എണീക്കാം എന്ന് പറഞ്ഞ് അവിടെ തന്നെ കിടക്കും. എന്നത്തെ പോലെ വൈകി എണീക്കും. സോ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അതിനാൽ തന്നെ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള എഫക്റ്റീവ് ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോ. ഒട്ടും സമയം കളയാതെ ലേറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് അലാം ഡിസ്റ്റൻസിൽ വെക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ അടുത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ നേരെ അത് ഓഫ് ചെയ്ത് വീണ്ടും കിടക്കും. എന്നാൽ ഡിസ്റ്റൻസിൽ വെക്കുന്ന സമയത്ത് അത് ഓഫാക്കാനായിട്ട് നമ്മൾക്ക് നടക്കേണ്ടി വരും. എന്നാൽ ചില ആളുകൾ അത് ഓഫാക്കിയിട്ട് വീണ്ടും കിടക്കും. അവർക്ക് കൃത്യമായിട്ടൊരു ലക്ഷ്യമുണ്ട്, പക്ഷെ ഇത് നേടിയെടുക്കാനായിട്ട് ഹാർഡ് വർക്ക് എടുക്കാൻ അവർ തയ്യാറല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് പരിഹരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ബെസ്റ്റ് ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ നമ്മളോട് തന്നെ പറയാം, എനിക്ക് എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ഞാൻ നന്നായിട്ട് പഠിക്കണം. അതിന് ഞാനിങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. ഇങ്ങനെ നമ്മൾക്ക് ഉറക്കം വരുന്ന സമയത്ത് ഇത് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് തോന്നും. ഇനി നമ്മുടെ മൈൻഡിന്റെ എഫക്റ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് രാവിലെ എണീറ്റുടനെ ധാരാളം വെള്ളം കുടിക്കുക. ഇത് തീർച്ചയായും നമ്മുടെ ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്യും. നമ്മുടെ ബോഡിക്കും ബ്രെയിനിനും വെള്ളം വളരെ അത്യാവശ്യമാണ്. ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. 7 മുതൽ 8 മണിക്കൂർ വരെ ഡീഹൈഡ്രേറ്റ് ആയി കിടന്ന നമ്മുടെ ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ദിവസവും രാവിലെ എണീറ്റുടനെ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി രാവിലെ നേരത്തെ എണീക്കാനായിട്ട് ഞാൻ എപ്പോൾ ഉറങ്ങണം എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി ഒരുപാട് സമയം ഉറങ്ങുകയാണെങ്കിൽ അത് മുഴുവനായിട്ട് മടി പിടിക്കാനായിട്ട് കാരണമാവും. ഇനി തീരെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഉറക്കം തൂങ്ങുകയും ചെയ്യും. ഇനി ഞാൻ എപ്പോൾ ഉറങ്ങണം, എത്ര മണിക്കൂർ ഉറങ്ങണം എന്നതിനെ കുറിച്ച് നല്ലൊരു ധാരണ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കഴിയുന്നതും 6 മുതൽ 7 മണിക്കൂർ വരെ ഉറങ്ങാനായിട്ട് ശ്രമിക്കാം. ഇനി വൈകി എണീക്കുന്ന ഒരാൾ പെട്ടെന്ന് എനിക്ക് നേരത്തെ എണീക്കണം എന്നൊരു ഡിസിഷൻ എടുത്തു, പക്ഷേ അത് സാധിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇത് പരിഹരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്നും രാവിലെ എണീക്കുന്ന സമയത്തിൽ നിന്ന് 5 മിനിറ്റ് കുറച്ചുകൊണ്ട് എണീക്കുക. ഇങ്ങനെ ഓരോ ദിവസവും 5 മിനിറ്റ് കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ എണീക്കാനായിട്ട് സാധിക്കും. പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അലാമിന്റെ സഹായം കൂടാതെ എന്നും നേരത്തെ എണീക്കാനായിട്ട് കഴിയും. ഇനി നമ്മൾ നേരത്തെ എണീക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നേരത്തെ എണീക്കുകയാണെങ്കിൽ നമുക്ക് അലാമിന്റെ സഹായം കൂടാതെ എണീക്കാൻ കഴിയും. നമ്മുടെ ബോഡിയുടെ ഇന്റേണൽ ക്ലോക്ക് സെറ്റ് ആവും. സെക്കൻഡ്, ഡ്രിങ്ക് എ വാം ഗ്ലാസ് ഓഫ് മിൽക്ക് ബിഫോർ സ്ലീപ്പ്. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് പാല് കുടിക്കുന്നത് വളരെ ഹെൽത്തിയാണ്. മാത്രമല്ല ഇതിലൂടെ നമുക്ക് പെട്ടെന്ന് ഉറങ്ങാനായിട്ടും സാധിക്കും. നമ്പർ 3, റീഡ് എ ബുക്ക് ബിഫോർ ബെഡ് ടൈം. നമ്മൾ ഉറങ്ങാനായിട്ട് പോകുന്നതിന് അല്പം മുമ്പായിട്ട് വായിക്കുന്നത് നമ്മൾക്ക് ഓർമ്മയിലിരിക്കാനും ബോഡിയിലെ സ്ട്രെസ് ലെവൽ 68% ആക്കാനും സാധിക്കും. ഇനി നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം നോക്കാം. നമ്മൾ ഉറങ്ങുന്നതിന്റെ 4 മണിക്കൂർ മുമ്പായിട്ട് കോഫിയോ ടീ പോലുള്ള ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാതിരിക്കുക. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ, TV എന്നിവ നമ്മൾ ഉറങ്ങുന്നതിന്റെ 1/2 മണിക്കൂർ മുമ്പായിട്ട് അവോയ്ഡ് ചെയ്യുക. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.